അതിവേഗം ബഹുദൂരം സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ മലയാളികൾ. ഇന്ന് സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും ചർച്ചകളും വാർത്തകളിൽ നിറയുമ്പോൾ നമ്മൾ വികസന വിരോധികളാകണോ വികസനത്തെ അനുകൂലിക്കുന്നവർ ആകണോ എന്നതാണ് പ്രധാന ചോദ്യം. ഈ ആഴ്ച നേർക്കണ്ണ് ചർച്ച ചെയ്യുന്നതും ഇതാണ്. സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുടെ വിവാദങ്ങളുടെ കാതൽ എന്താണ്? സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോഴും കേരളത്തിൽ സജീവമായി നിൽക്കുകയാണ്. ഒപ്പം ഭൂമി ഏറ്റെടുക്കലിന്റെ ഭാഗമായുള്ള കല്ലിടലിനെതിരെ പ്രതിഷേധങ്ങളും ഉയരുന്നുണ്ട്. ഇതിനിടെ കല്ലിടുന്നത് തടഞ്ഞും അതേസമയം സർവേ നടപടികൾ തുടരാൻ അനുവദിച്ചും കോടതിയുടെ ഇടപെടലും ഉണ്ടായിട്ടുണ്ട്. എങ്കിലും പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെയും സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരുടെയും നേതൃത്വത്തിലുള്ള പ്രതിഷേധങ്ങൾ സംസ്ഥാനത്തിന്റെ പല പ്രദേശങ്ങളിലും തുടരുകയാണ്. സത്യത്തിൽ കെ റെയിലിനെയും സിൽവർ ലൈനിനെയും ഒക്കെ നമ്മൾ ഇങ്ങനെ പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മുടെ വികസന പദ്ധതികളിലും ലക്ഷ്യങ്ങളിലുമൊക്കെ പോരായ്മകളുണ്ടെങ്കിൽ അതുമാത്രം തിരുത്തി മുന്നോട്ട് പോകാൻ സർക്കാരിനെ അനുവദിക്കുകയല്ലേ വേണ്ടത് എന്ന രീതിയിലുള്ള ചോദ്യങ്ങളും സജീവമാണ്. അതിനു മുമ്പ് എന്താണ് ഈ ബൃഹത്തായ പദ്ധതിയെന്നും എന്തിനാണ് ഇതിന്റെ ആവശ്യമെന്നും എന്താണ് ഇതിന്റെ ഗുണദോഷങ്ങളെന്നും പരിശോധിക്കേണ്ടതുണ്ട്. കാസർഗോഡ് മുതൽ കൊച്ചുവേളി വരെ 532 കിലോമീറ്റർ നീളുന്ന സെമി ഹൈസ്പീഡ് റെയിൽ ഇടനാഴിയാണ് സിൽവർ ലൈൻ പദ്ധതി. മണിക്കൂറിൽ 200 കിലോമീറ്റർ വേഗതയിൽ ട്രെയിനുകൾ ഓടിക്കാനാകും. അങ്ങനെ വന്നാൽ 4 മണിക്കൂറിൽ കുറഞ്ഞ സമയത്ത് ഒരു ശരാശരി യാത്രക്കാരന് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് എത്താം. 63,940 കോടിയാണ് ഇതിന്റെ എസ്റ്റിമേറ്റ്. കൊച്ചുവേളിയിൽ തുടങ്ങി കൊല്ലം, ചെങ്ങന്നൂർ, കോട്ടയം, എറണാകുളം, തൃശൂർ, തിരൂർ, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് സ്റ്റേഷനുകളാണ് പദ്ധതിക്കായിട്ടുള്ളത്. വളരെ വേഗത്തിൽ യാത്ര ചെയ്യാം എന്നതാണ് പ്രത്യേകത. നിലവിൽ ഇതിന് 12 മണിക്കൂർ വേണം. കുറഞ്ഞത് 12 ട്രെയിനെങ്കിലും സിൽവർ ലൈനിൽ സർവീസ് നടത്തും. സർക്കാരിന്റെ കണക്കുകൂട്ടലനുസരിച്ച് 2024 സിൽവർ ലൈൻ പദ്ധതി നടപ്പായേക്കും. കുറഞ്ഞത് 50,000 പേർക്കെങ്കിലും ഇതുവഴി തൊഴിൽ ലഭിക്കുമെന്നാണ് സൂചന. 1383 ഹെക്ടർ ഭൂമിയാണ് ഏറ്റെടുക്കേണ്ടത്. ഇതിൽ 1198 ഹെക്ടറും സ്വകാര്യ ഭൂമിയാണ്. 9314 കെട്ടിടങ്ങളും ഒഴിപ്പിക്കേണ്ടി വരും. ഭൂമി ഏറ്റെടുക്കൽ, മതിയായ നഷ്ടപരിഹാരം നൽകാതിരിക്കുക തുടങ്ങിയ ആശങ്കകളാണ് നിലവിലെ പ്രതിഷേധങ്ങൾക്ക് കാരണം. LDF സർക്കാർ കേരള വികസന രംഗത്ത് മാതൃകാപരമായ പദ്ധതികളാണ് കഴിഞ്ഞ 5 വർഷക്കാലം നടപ്പാക്കിയത്. ഒരിക്കലും യാഥാർത്ഥ്യമാവുകയില്ല എന്ന് കരുതിയിരുന്ന നാഷണൽ ഹൈവേ വികസനം, ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി, ഇടമൺ കൊച്ചി പവർ ഹൈവേ എന്നിവയെല്ലാം പൂർത്തീകരിക്കാൻ സാധിച്ചത് കേരളത്തിന് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതും അഭിമാനകരവുമാണ്. കേന്ദ്ര സർക്കാർ പോലും ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി നടപ്പാക്കാൻ കഴിയാത്തതിൽ കേരളത്തെ വിമർശിക്കുകയായിരുന്നു. അതുപോലെ വർഷങ്ങളായി മുടങ്ങിക്കിടന്ന നാഷണൽ ഹൈവേ വികസന കാര്യത്തിൽ വലിയ വിമർശനമാണ് കേരളത്തിന് നേരെ കേന്ദ്ര സർക്കാർ പലപ്പോഴും ഉന്നയിച്ചിരുന്നത്. ഇച്ഛാശക്തിയോടെയാണ് ഇതെല്ലാം പൂർത്തീകരിക്കാൻ കഴിഞ്ഞ 5 വർഷക്കാലത്തെ ഗവൺമെൻറ് നടപടികൾ സ്വീകരിച്ചത്. കേരളത്തിൽ അതിവേഗ റെയിൽപാത സ്ഥാപിക്കണമെന്ന നിർദ്ദേശം ആദ്യം ഉയർന്നു വരുന്നത് 2009 VS അച്യുതാനന്ദൻ നേതൃത്വം നൽകിയ LDF ഗവൺമെൻറ്റിൻ്റെ കാലത്താണ്. തുടർന്ന് 2011 തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യജനാധിപത്യ മുന്നണിയും അതിവേഗ റെയിൽപാത നടപ്പാക്കുമെന്ന് പ്രകടന പത്രികയിൽ പ്രഖ്യാപിക്കുകയുണ്ടായി. അന്ന് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച അധികാരത്തിൽ വന്ന ഉമ്മൻചാണ്ടി സർക്കാർ അതിവേഗ റെയിൽപാത നടപ്പാക്കുന്നതിന് കമ്പനി രൂപീകരിക്കുകയും പ്രാഥമിക നടപടികൾ ആരംഭിക്കുകയും ആ പദ്ധതി പൂർത്തീകരിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തതാണ്. പക്ഷെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് സാധിച്ചില്ല. 5 വർഷക്കാലം ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. 2016 തെരഞ്ഞെടുപ്പിൽ അതിവേഗ റെയിൽവേ പദ്ധതി നടപ്പാക്കുക എന്ന പരിപാടി LDFൻ്റെ പ്രകടന പത്രികയിൽ പറയുകയുണ്ടായി. അതിനുള്ള പ്രാരംഭ ചർച്ചകൾ നടത്തിയപ്പോൾ സംസ്ഥാനത്തിന് ഏറ്റവും അനുയോജ്യമാകുന്ന വിധത്തിൽ സെമി ഹൈസ്പീഡ് റെയിൽവേ സ്ഥാപിക്കലായിരിക്കും നന്നാവുക എന്ന വിദഗ്ധന്മാരുടെ അഭിപ്രായം കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കെ റെയിൽ പദ്ധതിക്ക് രൂപം നൽകിയത്. രാഷ്ട്രീയമായി കുറച്ച് ആളുകൾ
ചില പ്രദേശങ്ങളിൽ ഈ പദ്ധതിക്കെതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് സമരം നടത്തുക എന്നല്ലാതെ വലിയ ജനകീയ സമരമാക്കി ഇതിനെ മാറ്റാനോ ഈ സമരത്തിന് വലിയ ജനപിന്തുണ നേടാനോ ഇന്നേ വരെ UDF-നും BJP-ക്കും ആർക്കും സാധിച്ചിട്ടില്ല. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഒരു സ്റ്റാൻഡേർഡ് റെയിൽവേ ലൈൻ നിർമ്മിച്ച് അതുവഴി 200 കിലോമീറ്റർ വേഗതയിൽ ട്രെയിൻ ഓടിക്കാനുള്ള സെമി ഹൈസ്പീഡ് പദ്ധതിയാണ് കെ-റെയിൽ പദ്ധതി. സിൽവർ ലൈൻ പദ്ധതിയുടെ ഭാഗം തന്നെയാണിത്. സംസ്ഥാന സർക്കാരും റെയിൽവേയും ചേർന്ന് നിർമ്മിച്ച കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് ഇതിന്റെ നടത്തിപ്പുകാർ. 2027 പദ്ധതി പൂർത്തീകരണമാണ് ലക്ഷ്യമിടുന്നത്. പ്രതീക്ഷിക്കുന്ന എസ്റ്റിമേറ്റ് ഏകദേശം 63,941 കോടി. 11 ജില്ലകളിലൂടെയാണ് റെയിൽ ലൈൻ കടന്നു പോകുന്നത്. ഇത് യാഥാർത്ഥ്യമായാൽ 4 മണിക്കൂർ കൊണ്ട് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്ത് എത്താം. 10 മണിക്കൂർ 45 മിനിറ്റാണ് നിലവിൽ ട്രെയിനിൽ കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്ത് എത്താൻ എടുക്കുന്ന സമയം. സിൽവർ ലൈൻ 10 സ്റ്റേഷനുകളിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും പുത്തൻ പൊതുഗതാഗത സൗകര്യങ്ങൾ സൃഷ്ടിക്കുന്നതിലൂടെ സംസ്ഥാനത്തെ നിലവിലുള്ള റെയിൽവേ സ്റ്റേഷനുകൾ ഉപയോഗിക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങൾക്കും പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും. റെയിൽ പദ്ധതിയുടെ ആകാശ സർവേ പൂർത്തിയായി കഴിഞ്ഞു. വിശദമായ പദ്ധതി റിപ്പോർട്ടും അലൈൻമെന്റും ഏറെക്കുറെ തയ്യാറായി കഴിഞ്ഞു. അത് ഉടൻ പൂർത്തിയാകും. 5 വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതിയിലൂടെ ഏകദേശം 7,500 വാഹനങ്ങളെ ഇന്നത്തെ സ്ഥിതിയിൽ സംസ്ഥാനത്തെ തിരക്കേറിയ റോഡുകളിൽ നിന്ന് വിമുക്തമാക്കാൻ കഴിയും. മാത്രമല്ല, തിരക്കുകൊണ്ട് വീർപ്പുമുട്ടുന്ന സംസ്ഥാനത്തെ റെയിൽപാതകളിലെ തിരക്ക് ഒഴിവാക്കാനും ഈ പാതകളിലൂടെയുള്ള ഗതാഗതം സുഗമമാക്കാനും കഴിയും. ഇങ്ങനെ പ്രതിദിനം റോഡ് ഉപയോഗിക്കുന്ന 46,100 പേരും ട്രെയിനുകളിൽ സഞ്ചരിക്കുന്ന 11,500 പേരും സിൽവർ ലൈനിലേക്ക് മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോഴത്തെ വില നിലവാരം അനുസരിച്ച് തന്നെ 530 കോടി രൂപയുടെ പെട്രോളും ഡീസലുമാണ് പ്രതിവർഷം ലാഭിക്കാൻ കഴിയുക. കെ-റെയിൽ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നടപ്പിൽ വരുത്താൻ പോകുന്ന സിൽവർ ലൈൻ പ്രോജക്റ്റ് അക്ഷരാർത്ഥത്തിൽ കേരള ജനതയ്ക്കും കേരളത്തിൻ്റെ താല്പര്യത്തിനും കേരളത്തിൻ്റെ പരിസ്ഥിതിക്കും എതിരാണ്. കേരളത്തിലെ 20,000-ൽ പരം ആളുകളെ വഴിയാധാരമാക്കുന്ന ഒരു പ്രോജക്റ്റാണിത്. ഈ പ്രോജക്റ്റ് കൊണ്ട് ഈ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് കാര്യമായ ഗുണം ഒന്നും ലഭിക്കുന്നില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അഹമ്മദാബാദ് മുംബൈ ലൈനിൽ പോലും ആ ലൈൻ പോലും ഇപ്പോഴും ലാഭകരമല്ലാത്ത രീതിയാണ്. അത്രയേറെ ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യാവസായിക നഗരത്തിൽ പോലും ലാഭകരമാക്കുവാൻ പറ്റാത്തൊരു പദ്ധതി കേരളത്തിലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള സ്ഥലത്ത് നടപ്പിലാക്കി ലാഭം കൊയ്യാമെന്ന കള്ളക്കണക്കുകളാണ് സർക്കാർ കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ സർക്കാർ പറയുന്നു 64,000 കോടി രൂപ കൊണ്ട് ഈ പദ്ധതി പൂർത്തിയാക്കാമെന്ന്. പക്ഷേ നീതി ആയോഗിൻ്റെ 2019 റിപ്പോർട്ടിൽ പോലും 1,4 ലക്ഷം രൂപ വേണ്ടി വരുമെന്ന് 2019. ഇത് നടപ്പിൽ വരുത്തുന്നത് 2024-25 ഒക്കെ ആവുമെന്ന് പറയുന്നു. ആ സമയത്തേക്ക് എത്ര ലക്ഷം കോടിയുടെ പദ്ധതിയായി മാറും? സ്കൂളിൽ ഉച്ചക്കഞ്ഞി കൊടുക്കാൻ പണമില്ലാത്തത് കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന പാൽ പോലും വെട്ടിക്കുറച്ചിരിക്കുന്ന ഒരു സർക്കാർ. പെൻഷൻ കൃത്യമായി കൊടുക്കുവാൻ കഴിയുന്നില്ല. 5 ദിവസമായി റേഷൻ കിട്ടുന്നില്ല. അതുപോലെ തന്നെ കിറ്റ് നിർത്തലാക്കി. എല്ലാ സാമൂഹ്യക്ഷേമ പദ്ധതികളും പണത്തിൻ്റെ ദൗർലഭ്യം കൊണ്ട് നിർത്തലാക്കുന്നു എന്ന് പറയുന്ന സർക്കാർ എവിടെ നിന്നാണ് ലക്ഷക്കണക്കിന് കോടി രൂപ സമാഹരിച്ച് ഈ പദ്ധതി നടപ്പാക്കുന്നത്? ശ്രീ പിണറായി വിജയൻ്റെ കുടുംബത്താണ് ഇത് നടപ്പിലാക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ CPM-ൻ്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് AKG സെൻറ്ററിലാണ് നടപ്പിലാക്കുന്നതെങ്കിൽ ഈ പറയുന്ന കണക്ക് എന്ത് എതിർപ്പുണ്ടായാലും നടത്താൻ പറ്റും. ഇത് കേരളമാണ്. പിണറായി വിജയനേക്കാൾ വലിയ ധാർഷ്ട്യമുള്ളവരെ ഈ രാജ്യം കണ്ടിട്ടുണ്ട്. ആ സ്വേച്ഛാധിപത്യപരമായുള്ള സംസാരത്തിനും ധാർഷ്ട്യത്തിനും മറുപടി പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും ജനം കൊടുത്തിട്ടുണ്ട്. കേരളത്തിൽ മാത്രം ബാക്കിയുണ്ട്. ചരക്ക് നീക്കത്തിലുണ്ടാകുന്ന മാറ്റവും കേരളത്തെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമാണ്. സിൽവർ ലൈൻ വഴിയുള്ള ചരക്ക് ഗതാഗത സംവിധാനമായ റോറോ സർവീസ് വഴി 500ഓളം ചരക്ക് വാഹനങ്ങൾ റോഡിൽ നിന്ന് പിന്മാറും. ഇത് സംസ്ഥാനത്തെ രൂക്ഷമായ ഗതാഗത കുരുക്ക് മാത്രമല്ല, ദിനംപ്രതി വർദ്ധിക്കുന്ന റോഡപകടങ്ങളും കുറയ്ക്കും. ഇന്ന് കേരളത്തിലെത്തുന്ന ആഭ്യന്തര വിനോദസഞ്ചാരികൾ ട്രെയിൻ യാത്രയെ കൂടുതലായി ആശ്രയിക്കുന്നുണ്ട്. സിൽവർ ലൈനിലെ പതിവ് സർവീസുകൾ ഇവർക്ക് പ്രയോജനപ്പെടും. മാത്രമല്ല, ഭാവിയിൽ ഈ പാതയിലൂടെ പ്രത്യേക ടൂറിസ്റ്റ് സർവീസുകളും നടത്താൻ കഴിയും. സിൽവർ ലൈൻ വഴി നഗരകേന്ദ്രങ്ങളിലേക്കുള്ള പ്രവേശനം എളുപ്പമാകുന്നതോടെ സംസ്ഥാനത്തിന്റെ മൊത്തത്തിലുള്ള സാമ്പത്തികവും വ്യാവസായികവുമായ വളർച്ച സാധ്യമാകും. നഗരകേന്ദ്രീകരണം വൻതോതിൽ ഒഴിവാക്കപ്പെടും. ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് പോലും എളുപ്പത്തിൽ നഗരങ്ങളിലെത്താൻ ജനങ്ങൾ കഴിയുന്നതുകൊണ്ട് താമസം, ഭക്ഷണം എന്നിവ വഴിയുള്ള ജീവിത ചെലവ് വൻതോതിൽ കുറയും. ഇന്നത്തെ യാത്രാ ദുരിതത്തിന് പരിഹാരം കാണാൻ കേരളത്തിൽ പുതിയ റോഡുകൾ നിർമ്മിക്കുന്നതും നിലവിലുള്ള റോഡുകൾ വീതി കൂട്ടുന്നതും പ്രയാസമാണ്. സിൽവർ ലൈൻ പദ്ധതി നടപ്പാക്കാൻ ഏറ്റെടുക്കേണ്ടി വരുന്നത് 1226.45 ഹെക്ടറാണ്. ഇത് ഒരു 4 വരിപ്പാത നിർമ്മിക്കുന്നതിന് വേണ്ടി ഏറ്റെടുക്കേണ്ടി വരുന്ന ഭൂമിയുടെ പകുതി മാത്രമാണ്.
പുതിയ റോഡുകൾക്ക് വേണ്ടിവരുന്ന സാമ്പത്തിക ബാധ്യത ഇങ്ങനെ ഗണ്യമായി കുറയ്ക്കാൻ സിൽവർ ലൈനിലൂടെ കഴിയുമെന്ന് മാത്രമല്ല, റോഡുകൾക്ക് വേണ്ടി നഷ്ടപ്പെടുന്ന ഭൂമിയും ഭൂവുടമകളുടെ കഷ്ടപ്പാടും കുറയും. സംസ്ഥാനത്ത് നിലവിൽ റോഡുകളിലൂടെ ഓടുന്ന വാഹനങ്ങളുടെ എണ്ണം കുറയുന്നതുകൊണ്ട് അന്തരീക്ഷ മലിനീകരണം ഗണ്യമായി ഇല്ലാതാക്കപ്പെടുന്നുവെന്ന് മാത്രമല്ല, 100% ഹരിതോർജ്ജം ഉപയോഗിക്കുന്നതിലൂടെ സിൽവർ ലൈൻ കേരളത്തിനായി മികച്ച പാരിസ്ഥിതിക, സാമൂഹിക, സാമ്പത്തിക നേട്ടം കൂടിയാണ് കൈവരിക്കുന്നത്. കേരയിൽ എന്ന് പറയുന്ന ഒരു കോർപ്പറേഷൻ ഉണ്ടാക്കി സിൽവർ ലൈൻ എന്ന് പറയുന്ന ഒരു പദ്ധതി 536 കിലോമീറ്റർ കാസർഗോഡ് നിന്ന് കഴക്കൂട്ടം വരെ പോകുന്ന ഒരു റെയിൽ പദ്ധതി, അത് സ്റ്റാൻഡേർഡ് ഗേജിൽ ഉണ്ടാക്കാനും അത് 10 ഇടങ്ങളിൽ അതിന് സ്റ്റോപ്പ് കൊണ്ടുവരാനും ഒക്കെയുള്ള വലിയൊരു പദ്ധതിയാണ് മുമ്പോട്ട് വച്ചിട്ടുള്ളത്. 64,000 കോടി രൂപയാണ് അതിൻ്റെ ഈ ചിലവ് എന്നാണ് സർക്കാർ പറയുന്നത്. പക്ഷേ അതിന് 1,26,000 കോടിയെങ്കിലും വരും എന്ന് പറഞ്ഞത് നീതി ആയോഗ് അഥവാ പഴയ പ്ലാനിംഗ് കമ്മീഷനാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം അതിൻ്റെ ചിലവ് കൂടാൻ സാധ്യതയുണ്ട്. മാത്രമല്ല 2018 മുമ്പുണ്ടാക്കിയ ഒരു ചിലവാണിത്, എസ്റ്റിമേറ്റാണിത്. അന്നത്തേതിൽ നിന്ന് ഇന്ന് എല്ലാം കൂടിയിട്ടുണ്ട്. പ്രത്യേകിച്ചും എൻ എന്ന് പറയുന്നത് ഇതിൽ ഏതാണ്ട് ഒരു 70% വിദേശ വായ്പ വരുന്നതാണ്, വിദേശ സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതാണ്, എന്നിലാണ് അത് വരുന്നത്. അപ്പോൾ എൻ എന്ന് പറയുന്നതിൻ്റെ മൂല്യം വളരെ കൂടുന്ന അടിസ്ഥാനത്തിൽ, ഉദാഹരണത്തിന് അന്ന് ഒരു എന്നിനുണ്ടായിരുന്നതിനേക്കാൾ ഏതാണ്ട് ഇരട്ടി വിലയാണ് ഇപ്പോൾ ഒരു എന്നിന് വന്നിട്ടുള്ളത് കഴിഞ്ഞ 4-5 വർഷം കൊണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബജറ്റ് കൂടാം. രണ്ടാമത്തെ വിഷയം, അന്നത്തേക്കാൾ നമുക്കറിയാം എല്ലാത്തിനും വില കൂടിയിട്ടുണ്ട്. ഇപ്പോൾ കമ്പിക്ക് 36 രൂപയാണ് അന്നുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ 66 രൂപയാണ്. സിമെൻറ്റും അതുപോലെ തന്നെ വില കൂടിയിട്ടുണ്ട്. ഡീസലിൻ്റെ വില നമ്മൾ പറയേണ്ട കാര്യമില്ല. കാരണം വലിയ തോതിൽ വണ്ടി ഓടിച്ചിട്ട് ഇതിൻ്റെ സാധനങ്ങൾ, നിർമ്മാണ സാമഗ്രികൾ കൊണ്ടുവരേണ്ടതുണ്ട്. ഇതിൻ്റെ JCB അടക്കമുള്ള യന്ത്രങ്ങൾ പ്രവർത്തിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് വലിയ തോതിൽ പണം കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ പിന്നെയുള്ള ഒരു പ്രശ്നം, ഇത് നിർമ്മിച്ച് വരുമ്പോഴേക്കും എത്രയാകും എന്നുള്ളതാണ്. അത് നമുക്ക് വലിയൊരു പ്രശ്നമാണ്. ഇത്രയും താങ്ങാൻ കേരളത്തിന് കഴിയുമോ? സാമ്പത്തികാഘാതം എന്താണ് ഈ പദ്ധതിയുടെ? ഇതിന് തിരിച്ചടവിന് സാധ്യതയുണ്ടോ? എത്ര ആളുകൾ ഇതിൽ കയറും? ടിക്കറ്റ് കൊണ്ട് ഇത് തിരിച്ചടയ്ക്കാൻ കഴിയുമോ? അതിനൊരു ഒറ്റ ഉദാഹരണം പറഞ്ഞാൽ, ഇതിൻ്റെ ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് ഏതാണ്ട് 1,700 രൂപയാണ് ഇപ്പോൾ പറയുന്നത്. അത് 1,700 രൂപയാവില്ല, അത് ഈ 63,000 കണക്ക് വെച്ചിട്ടാണ്. ഒരു പക്ഷേ ഇത് കൂടുകയാണെങ്കിൽ, അപ്പോൾ അത് 1,26,000 ആണെങ്കിൽ അത് 3,000 രൂപയോ അല്ലെങ്കിൽ 5,000 രൂപയോ. അങ്ങനെയാണെങ്കിൽ അത് കൊടുക്കാൻ എത്ര പേര് ഇവിടെ ഉണ്ടാവും? ഇതിനോട് സമാനമായ മുംബൈ അഹമ്മദാബാദ് ലൈനിൽ തന്നെ പറഞ്ഞിട്ടുള്ളത് 38,000 യാത്രക്കാരാണ് അവിടെ ഒരു ദിവസം കയറുക. നമ്മൾ ആലോചിക്കൂ, മുംബൈ മുതൽ സൂററ്റും ബറൂച്ചും ബറോഡയും ആനന്ദും നാന്ദിയാദും അഹമ്മദാബാദും ഗാന്ധിനഗറും ഒക്കെ പോകുന്ന വളരെ സമ്പന്നരായ ഒരുപാട് ജനസംഖ്യയുള്ള പ്രദേശത്ത് പോലും ഒരു ദിവസം ഇത്രയും 503 കിലോമീറ്ററിൽ 40,000 ആളുകളാണ് പറയുന്നതെങ്കിൽ, ഇതൊന്നുമില്ലാത്ത കാസർഗോഡ് തിരുവനന്തപുരം ഒരു ദിവസം 80,000 ആൾ പോകുന്നു പറഞ്ഞാൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. നിർമ്മാണ പ്രവർത്തന ഘട്ടങ്ങളിൽ ഈ പദ്ധതി സൗരോർജ്ജം പോലെയുള്ള ഹരിതോർജ്ജമാണ് ഉപയോഗിക്കുക. 2 പുതിയ റെയിൽവേ ലൈനുകൾ ചേർത്ത് ഹരിത ഇടനാഴിയായി നിർമ്മിക്കുന്ന ഈ പാതയിലൂടെ മണിക്കൂറിൽ 200 കിലോമീറ്റർ വേഗത്തിലാണ് ട്രെയിനുകൾ സഞ്ചരിക്കുന്നത്. കാസർഗോഡ് തിരൂർ 222 കിലോമീറ്റർ പാത നിലവിലെ റെയിൽവേ പാതയ്ക്ക് സമാന്തരമായുള്ളതാണ്. തിരൂർ തിരുവനന്തപുരം വരെയുള്ള 310 കിലോമീറ്റർ പാത നിലവിലെ റെയിൽവേ പാതയിൽ നിന്നും അകലെയുമാണ്. സാങ്കേതിക സവിശേഷതകളും നിലവിലെ റെയിൽപാതയിലെ കൊടും വളവുകളും കാരണം പുതിയ സ്ഥലങ്ങളിലൂടെയായിരിക്കും പാത കടന്നുപോവുക. പാരീസിലെ സിസ്ട്ര GCയാണ് റെയിലിനു വേണ്ടി സാധ്യതാ റിപ്പോർട്ട് തയ്യാറാക്കിയത്. ഇതനുസരിച്ച് 5 വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കാൻ വേണ്ടി വരുന്നത് 66,079 കോടി രൂപയാണ്. പദ്ധതി ചെലവിന്റെ ഗണ്യമായ ഭാഗം അന്താരാഷ്ട്ര ധനസഹായ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വായ്പയിലൂടെയാണ് കണ്ടെത്തുന്നത്. ഇതുവരെ പറഞ്ഞതൊക്കെ സംസ്ഥാന സർക്കാരും റെയിൽ മാനേജ്മെന്റുമൊക്കെ ഈ പദ്ധതിയെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് മുന്നിൽ വയ്ക്കുന്ന ഇതിന്റെ ഒരു രൂപരേഖയും വിശദാംശങ്ങളുമൊക്കെയാണ്. ഇത് ഈ പറയുന്ന രീതിയിൽ നടപ്പിലായാൽ നല്ലതുമാണ്. പക്ഷേ ജനങ്ങളുടെ ഭയാശങ്കകൾ നിരവധിയാണ്. സർക്കാർ വ്യക്തത വരുത്തേണ്ടതും അക്കാര്യത്തിൽ തന്നെ. റെയിൽ അപ്രായോഗികമായിട്ടുള്ള ഒരു പദ്ധതിയാണ്. അത് ഉദ്ദേശിച്ച വേഗതയിൽ ഓടിക്കാൻ കഴിയുന്ന സാങ്കേതിക വിദ്യയിലുള്ള ഒരു റെയിൽ പ്രോജക്റ്റ് അല്ല. സാങ്കേതികമായും സാമ്പത്തികമായും വയബിളായിട്ടുള്ള ഒരു പ്രോജക്റ്റ് അല്ല. അത് വലിയ നഷ്ടമുണ്ടാക്കുന്ന പദ്ധതിയാണ്. മാത്രമല്ല, കേരളത്തിൻ്റെ ഇന്നത്തെ സാഹചര്യത്തിൽ പ്രകൃതിക്ക് വലിയ വിനാശം വരുത്തുന്ന, വലിയ പാരിസ്ഥിതിക ആഘാതമുണ്ടാക്കുന്ന പദ്ധതിയാണ് റെയിൽ പ്രോജക്റ്റ്. ജനങ്ങളെ ഈടുവെച്ച് ആയിരക്കണക്കിന് കോടി രൂപ കടമെടുത്ത് കേരളത്തെ കടക്കണിയിലാക്കുന്ന ഒരു പദ്ധതിയാണ്. അതിൻ്റെ യാതൊരു ആവശ്യവും ഇപ്പോഴില്ല. റെയിൽവേ മന്ത്രാലയവും കേന്ദ്ര സർക്കാരും നിലവിലുള്ള റെയിൽവേ സംവിധാനം നവീകരിച്ച് 150 കിലോമീറ്റർ വേഗതയിൽ ശരാശരി ഓടിക്കാനുള്ള തീവണ്ടികൾക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സാധ്യതകളൊന്നും പ്രയോജനപ്പെടുത്താതെ
വലിയ അഴിമതി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സംസ്ഥാന ഗവൺമെൻറ് കേരയിൽ പദ്ധതിയുമായിട്ട് മുമ്പോട്ട് പോകുന്നത്. 20,000 കുടുംബങ്ങളെ നേരിട്ട് കുടിയൊഴിപ്പിക്കുകയാണ്. 1 ലക്ഷത്തോളം കടക്കാരെ കുടിയൊഴിപ്പിക്കുകയാണ്. ഏതാണ്ട് അതിൻ്റെ എത്രയോ ഇരട്ടി, 5 ഇരട്ടി ആളുകൾക്ക് ഭവിഷ്യത്തുണ്ടാകുന്ന ഒരു പദ്ധതിയാണ് കേരയിൽ പദ്ധതി. അതുകൊണ്ട് ഞങ്ങൾ അതിനെതിരായിട്ടുള്ള നിലപാടാണ്. ഏതൊരു വമ്പൻ പദ്ധതികൾക്കും വിലങ്ങുതടിയാവുന്നത് സ്ഥലമേറ്റെടുക്കലും ജനവാസ പ്രദേശങ്ങളിൽ കഴിയുന്നവരെ മാറ്റിപ്പാർപ്പിക്കലുമാണ്. സ്ഥലമേറ്റെടുക്കുമ്പോൾ ന്യായവില പോലും ഉടമകൾക്ക് ലഭിക്കാതിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ ആ സ്ഥിതിക്ക് മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ തന്നെ സ്ഥലമേറ്റെടുക്കലിന് ഏറെക്കുറെ കമ്പോള വിലയ്ക്കപ്പുറം പണം ഉടമകൾക്ക് നൽകി തുടങ്ങിയിരുന്നു. പിണറായി സർക്കാരും ആ പാത തന്നെയാണ് പിന്തുടരുന്നത്. തിരുവനന്തപുരത്ത് കരമന കളിയിക്കാവിള റൂട്ടിൽ സ്ഥലമേറ്റെടുത്തപ്പോൾ ഉടമകൾക്ക് ലഭിച്ച തുക ഇതിന് ഉദാഹരണം. ജനങ്ങളുടെ സഹകരണത്തോടെ മാത്രമേ സിൽവർ ലൈൻ പദ്ധതിക്കായി സ്ഥലം ഏറ്റെടുക്കുകയുള്ളൂ എന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട്. ഗ്രാമങ്ങളിൽ ഭൂമി വിലയുടെ 4 ഇരട്ടി വരെയും നഗരങ്ങളിൽ 2 ഇരട്ടി വരെയും നഷ്ടപരിഹാരമായി നൽകും. സ്ഥലമേറ്റെടുക്കലിന് കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരവും കിട്ടിയിട്ടുണ്ട്. ജനസാന്ദ്രത കുറഞ്ഞ പ്രദേശങ്ങളിലൂടെയാണ് പാതയുടെ ഭൂരിഭാഗവും കടന്നുപോകുന്നത്. 88 കിലോമീറ്റർ നെൽപ്പാടങ്ങളിൽ പാലങ്ങൾക്ക് മുകളിലൂടെയായിരിക്കും പാത. 6 വരി ദേശീയപാത നിർമ്മിക്കുന്നതിന്റെ പകുതി ഭൂമി മതിയാകും അതിവേഗ റെയിൽപാതയ്ക്ക്. ആരുടെയും ഭൂമി കവർന്നെടുക്കുന്നില്ലെന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ അതിനെ അവിശ്വസിക്കേണ്ട കാര്യമില്ല. എന്നാൽ പദ്ധതിയെ എതിർക്കുന്നവർ ചൂണ്ടിക്കാട്ടുന്ന കാര്യങ്ങൾ ഇതാണ്. 64,000 കോടി രൂപയെങ്കിലും സിൽവർ ലൈൻ പണിക്കായി വേണ്ടിവരും. എന്നാൽ 2,10,000 കോടി രൂപ ആവശ്യമായി വരുമെന്നാണ് നിലവിലെ നിർമ്മാണ സാമഗ്രികളുടെയും തൊഴിൽ ശക്തിയുടെയും വിലയുടെ അടിസ്ഥാനത്തിൽ നീതി ആയോഗ് പറയുന്നത്. പദ്ധതി പണി പൂർത്തിയാകുമ്പോഴേക്കും ഇപ്പോൾ കണക്കുകൂട്ടുന്നതിലും എത്രയോ കൂടുതൽ തുക നിർമ്മാണ ചെലവ് വരുമെന്നതാണ് യാഥാർത്ഥ്യം. കേരയിൽ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് 1 മിനിറ്റ് പോലും വേണ്ട പറയാൻ. കണ്ണുണ്ടായാൽ പോരെ, കാണണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കേരളത്തിൻ്റെ ഏത് ഭാഗമാണ് കടലുമായി ബന്ധമില്ലാത്തത്? യാത്രയാണ് കാര്യമെങ്കിൽ കടലിലൂടെ യാത്ര ചെയ്താൽ മതിയല്ലോ. കടലിലൂടെ വലിയ ബോട്ടുകൾ, കപ്പൽ സമാനമായിരിക്കുന്ന ബോട്ടുകളിൽ യാത്ര, അത് രാവ് പകൽ യാത്ര ചെയ്യാലോ. വണ്ടി വാങ്ങേണ്ട, കപ്പൽ വാങ്ങേണ്ട, അല്ലെങ്കിൽ ബോട്ട് വാങ്ങേണ്ട ചിലവല്ലേ അതിനുള്ളൂ. പിന്നെ മേലെ ആകാശം, ആകാശത്തിലൂടെ പോകുന്ന എത്ര വണ്ടികളാണ് നമുക്കുള്ളത്. ഹെലികോപ്റ്റർ ഉണ്ട്, ചെറിയ വിമാനങ്ങളുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും എത്ര പ്രാവശ്യം വേണമെങ്കിലും പോകാമല്ലോ. അതിനെന്താ ചിലവുള്ളത്? അപ്പോൾ ആകാശം നാം കാണുന്നില്ല, കടൽ നാം കാണുന്നില്ല, നാം പണമാണ് കാണുന്നത്. പണം എവിടെ നിന്ന് വരുന്നു എന്നുള്ളതാണ് നോക്കുന്നത്. വരുന്നവനെ കെട്ടിപ്പുണരുന്നു പണത്തിന് വേണ്ടി. അതിൻ്റെ കഥയാണ് കേരളിൻ്റെ കഥ. ചുരുക്കത്തിൽ കേരളത്തെ വലിയ കടക്കണിയിലേക്ക് ഈ പദ്ധതി കൊണ്ടുചെന്നെത്തിക്കുമെന്ന് ഇവർ പറയുന്നു. നിലനിൽക്കുന്ന ക്ഷേമ പദ്ധതികൾ പോലും ഈ സാമ്പത്തിക ബാധ്യത മൂലം ഇല്ലാതാകും. കേരളത്തിലെ 3.5 കോടി ജനങ്ങളും ഈ പദ്ധതിയുടെ ഇരകളാകുമെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. ഈ പാതയുടെ നിർമ്മാണത്തിനാവശ്യമായ പാറയും മണ്ണും ശേഖരിക്കാൻ പശ്ചിമഘട്ടം വലിയ തോതിൽ നശിപ്പിക്കപ്പെടും. ഇത് കേരളത്തിന്റെ സ്വാഭാവിക ഭൂപ്രകൃതിയെ തകർക്കും. സിൽവർ ലൈൻ പാതയെന്ന ബണ്ട് പണിതുയർത്തിയാൽ നീരൊഴുക്കൽ തടസ്സപ്പെടും. പ്രളയവും വരൾച്ചയും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉൾപ്പെടെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ നിത്യസംഭവമാകുമെന്നും ഇവർ പറയുന്നു. Because the decision on KRL is not taken in consultation with either the people's representatives or even the people's panchayats. And that is because Keralites already have faced hell. Since last few years they have faced floods, they have faced landslides, and the loss of agricultural land, loss of wetlands have been the issue throughout. Right from Sugatha Kumari, everyone has raised those issues. They got a big, Kerala government got a big award on the same day when the Udumpachari Kochi airport got flooded and destroyed. So all these experiences have made the Kerala people realize that in the name of development there can be no havoc created by playing with nature. And KRail is not a rail or a transport system of priority. Spending 1,26,000 crores on it is unnecessary, and there is no environmental impact assessment, there is no social impact assessment. So when the 2013 Act is not followed, in that situation when they are intimidating people by placing stones inside the house late night or making a statement
that it will come up, we will have K-Rail at any cost. That is not correct. So I think the CM must review his own perspective, not only on K-Rail, but the development as a whole. And Politburo must take cognizance of the people's struggle. Because when people take up the struggle with conviction, they need to be respected. That is what is the message given by the farmers' movement. And all the left front people, the Kisan Sabhas, contributed a lot to the farmers' movement. So I need not say anything else. Just listen to the people, have a dialogue, review your priorities, and set development paradigm and path in such a way that the first beneficiaries would be the common people, not JICO, not bilateral, multilateral agencies, not the investors of money. This will affect agricultural land, wetlands. This will again stop the natural flows and create the situation where the waterlogging and flooding would increase, and that has had its own impacts. എന്തായാലും വിവാദങ്ങളും വിമർശനങ്ങളും വിലയിരുത്തലുകളുമെല്ലാം സജീവമാകുമ്പോഴും പദ്ധതിയുമായി മുന്നോട്ട് പോകാനുള്ള അടിയുറച്ച നീക്കത്തിൽ തന്നെയാണ് സംസ്ഥാന സർക്കാർ. നാടിൻ്റെ വികസനത്തിൽ വലിയ കുതിപ്പിന് വഴിതെളിക്കുന്ന പദ്ധതി പൂർത്തിയാകുമ്പോൾ പൊതുഗതാഗതം ശക്തമാവുകയും നഗരങ്ങൾ വികസിക്കുകയും ചെയ്യും. പശ്ചാത്തല സൗകര്യങ്ങളുടെ വികസനത്തിലൂടെ കൂടുതൽ നിക്ഷേപവും അതുവഴി തൊഴിലവസരങ്ങളും സൃഷ്ടിക്കപ്പെടും. കാർബൺ ബഹിർഗമനം ഒട്ടുമില്ലാത്ത സമ്പൂർണ്ണ ഹരിത പദ്ധതിയായ അതിവേഗ റെയിൽ യാഥാർത്ഥ്യമാകുന്നതോടെ റോഡ് മാർഗമുള്ള ഗതാഗതവും ഗണ്യമായി കുറയുമെന്ന് സർക്കാർ കണക്കുകൂട്ടുന്നു. വികസന പദ്ധതികൾക്ക് നേരെ നമുക്കിനി മുഖം തിരിഞ്ഞ് നിൽക്കാനാവില്ല. എന്ത് വില കൊടുത്തും ഈ സിൽവർ ലൈൻ പദ്ധതി നടപ്പിലാക്കും എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പറയുന്നത്. പക്ഷേ ആശങ്കകൾ ഒഴിഞ്ഞിട്ടുമില്ല. ആ ആശങ്കകൾ പരിഹരിക്കും എന്നുള്ള മുഖ്യമന്ത്രിയുടെയും സർക്കാരിൻ്റെയും ഉറപ്പിന്മേൽ തന്നെയാണ് ഇപ്പോഴും ജനങ്ങൾ.